ഹായ് ഫ്രണ്ട്സ്, എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം 4 പിടക്കോഴി എടുത്തായിരുന്നു. പുറത്തുനിന്ന് വീഡിയോ ഞാൻ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത കോഴിയിൽ ഒരെണ്ണത്തിന് മറ്റേ വിരയുടെ ഇതുണ്ടായിരുന്നു, വെയിറ്റ് ലോസ്. അപ്പം നെഞ്ചൊക്കെ നല്ല ബ്ലേഡ് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഈ വിര ഉണ്ടെങ്കിൽ ഇത് തുറന്ന് പിടിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ തല ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കും. നെഞ്ചിൻ്റെ ഭാഗം ഉണങ്ങി ബ്ലേഡ് പോലെ ഇരിക്കും. അങ്ങനെ ചത്തുപോകും, വെയിറ്റ് ലോസ് ആയി പോകും, ആഹാരം എടുക്കാതെ ഇതായിരുന്നു പോകും. അപ്പോൾ ഞാനതിന് മരുന്ന് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പിലൊരു ചേട്ടൻ പറഞ്ഞ്, ഞാൻ ചോദിച്ചപ്പോൾ അതുപോലെ അങ്ങനെ പെട്ടെന്ന് മരുന്ന് കൊടുക്കരുത്, അത് ആൻറ്റിബയോട്ടിക്കാണ്. ആ മരുന്ന് കഴിച്ചാൽ കോഴിക്കൊന്നാമത് താങ്ങാനുള്ള പവർ കാണത്തില്ല, ഫുഡ് എടുക്കാതെ വെയിറ്റ് ലോസ് ആയിട്ടിരിക്കുമല്ലേ, അപ്പോൾ കൊടുക്കരുത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ ആ ഫുഡ് കൊടുക്കുന്നത് പിന്നെ കാൽസ്യവും വൈറ്റമിനൊക്കെ കൊടുത്ത് ഒന്ന് ഉഷാറാക്കിയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാവുള്ളൂ. ഇത് കൊടുക്കുന്നതിൻ്റെ ഡോസ് കുറച്ചിട്ട് 2 ട്രിപ്പായിട്ട് കൊടുക്കണം. അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്യാം. ആ സാധനം ഞാൻ ഫുഡ് കൊടുക്കുന്ന ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് വീഡിയോ. അപ്പോൾ നമുക്ക് കോഴിയും കാണാം, വീഡിയോയും കാണാം. ഇതാണ് ആ കോഴി, കണ്ട നെഞ്ച് കണ്ട ബ്ലേഡ് പോലെ ഇരിക്കുക. വേണ്ട, വിരയുടെ ഭയങ്കര ശല്യമാണ്. ഇതിൻ്റെ വെയിറ്റ് ലോസാണത്. ഒരു വെയിറ്റ് പോലും ഇല്ല, അതിന് തുള്ളി വെയിറ്റ് പോലും ഇല്ല കോഴിക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിന് മരുന്ന് വലുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റത്തില്ല, അത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡ് കൊടുത്തതിന് ഉഷാറാക്കണം. അത് മൾട്ടി വൈറ്റമിൻ കൊടുക്കണം. മൾട്ടി വൈറ്റമിൻ സിറപ്പ് കൊടുത്തായിരുന്നു, സിറപ്പും കിട്ടും ഗുളികയും കിട്ടും, അത് കൊടുക്കണം. കണ്ട ഇങ്ങനെ കോഴി കാണാൻ ലുക്കൊക്കെയാണ്, പക്ഷേ പുള്ളി ആക്റ്റീവ് ആകുന്നില്ല, ഫുൾ അതിലായിട്ട് വീണിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ടർ നമ്മൾ കൊടുക്കാവുള്ളൂ, വേറെ ഫുഡൊന്നും കൊടുക്കരുത്. സ്റ്റാർട്ടർ കൊടുക്കുക, സ്റ്റാർട്ടർ കഴിക്കാൻ കൊടുക്കുക. വേറെ കോഴികളെ കൂട്ടത്തിയിടരുത്, കാരണം ഇതിൻ്റെ മുട്ടയൊക്കെ ഇതാകുന്ന കാഷ്ടം മറ്റേതിനും അതിനും വരാൻ സാധ്യതയുണ്ട്. ഇത് ഓസോമിൻ കാൽസ്യൻ്റെ മരുന്നാണ്. ഇത് മുട്ട പുഴുങ്ങിയിട്ട് 2 മുട്ട പുഴുങ്ങി കാൽസ്യം മരുന്നും കൂടെ കുഴച്ചിട്ട് മുട്ടത്തോടും ഇത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഫുഡ് കൊടുക്കുക. സ്റ്റാർട്ടർ, മുട്ട പുഴുങ്ങിയത്, പിന്നെ മൾട്ടി വൈറ്റമിൻ ഗുളിക, സിറപ്പ്, ഇത് അടുപ്പിച്ച് ഒരു 6-7 ദിവസം 5-6 ദിവസം കൊടുക്കുക. കൊടുത്ത്